ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബ്രെഡ് ചിക്കൻ സ്നാക്കാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത എണ്ണ വേണം ചേർക്കാനായിട്ട്, വെളിച്ചെണ്ണ ചേർക്കരുത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ അളവിലുണ്ടാവും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു പകുതി സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടട്ടെ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടിക്കോളും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 250 ഗ്രാം അളവിൽ ചിക്കൻ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് വലിയ പീസാക്കിയിടരുത്, ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഒരു 2 മിനിറ്റ് മാത്രമേ ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ചൂടായി, നമ്മുടെ ചിക്കനിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ മാത്രം നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. ഇനി വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അല്പസമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്ത് മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കന് വേകാനും ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഈ കംപ്ലീറ്റ് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നാൽ ഈ ഒരു രീതിക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. നന്നായിട്ട് ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. പക്ഷേ പാകത്തിന് നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ടാവില്ല. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് സമയം കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കന് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതുപോലൊരു ക്രീമി ടെക്സ്ചറിൽ വേണം കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ഞാനിപ്പോൾ ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് രണ്ടും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ചൂടായി കിട്ടിയാലും മതിയാവും. ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഇതുപോലെ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റിലേ നമ്മൾ ക്യാബേജും ക്യാപ്സിക്കവും ചേർക്കരുത്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ഒരുപാട് ഫ്ലെയിം വെക്കരുത്. എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
ഇതുപോലെ നല്ല രീതിക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബ്രെഡ് സ്ലൈസ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിലുള്ള ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കട്ടിംഗ് ബോർഡിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിലേക്കോ വെച്ചിട്ട് നല്ലൊരു റോളറുണ്ട് നന്നായിട്ട് ഇനി റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. എങ്ങനെ നമ്മൾ എടുക്കുന്ന ബ്രെഡ് ഇച്ചിരി ഹാർഡായിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റുന്നില്ല, പകരം ഇങ്ങനെ പരത്തുന്ന സമയത്ത് ഇങ്ങനെ പിഞ്ഞു പോകുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി പോയതിൻ്റെ പേരിലായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്ന സമയത്ത് അങ്ങനെ പിഞ്ഞു പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ആവി വന്നതിന് ശേഷം, നന്നായിട്ട് ഇഡ്ഡലി ചെമ്പിൽ നല്ലതുപോലെ ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രം ഈ ബ്രെഡ് സ്ലൈസസ്, നമുക്ക് എത്ര ബ്രെഡ് സ്ലൈസസ് ആണോ വേണ്ടത് അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് ആവി കൊള്ളിക്കാം. എന്നിട്ട് ഉടൻ തന്നെ അതിൽ നിന്ന് എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ അത് പരത്തിയെടുക്കാനും വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഇതുപോലെ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം ചീസാണ്. അപ്പോൾ ചീസ് നിർബന്ധമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാടെ അങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഏത് ചീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ബ്രെഡിന് ചുറ്റിലുമായിട്ട് ഒരല്പം മാത്രം വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം. ഒരുപാടായി പോകരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും. എല്ലാ സൈഡിലേക്കും 4 സൈഡിലേക്കും ഒന്ന് വെച്ച് കൊടുക്കാം. പതുക്കെ ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരല്പം മാത്രം വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കയ്യിലേക്ക് എടുത്തിട്ട് 2 സൈഡ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ വെള്ളം നനച്ചിട്ടുള്ള ആ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആണ് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എങ്ങാനും ചെറിയ വിള്ളും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കാരണം നമ്മൾ ഇതൊന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു വിള്ളലിൻ്റെ ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നേരെ തന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു 7 എണ്ണമാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റുന്നതാണ്. അതായത് ഫ്രീസറിലൊന്ന് സ്റ്റോർ ചെയ്യണം. ഒന്നുകിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോ കവർ ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് 2 ആഴ്ച വരെ നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഇത് പൊരിക്കാൻ ആവശ്യം അതിനൊരു 30 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതോടെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എണ്ണയിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം ബട്ടർ ഒന്ന് പൊട്ടി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ടോസ്റ്റ് ചെയ്ത് തിരിച്ച് മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് ഒന്ന് മുരിച്ചെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വെറും ഒരു 30 സെക്കൻഡ് മാത്രം നമുക്കൊന്ന് മൊരിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് മൊരിക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രെഡാണ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറിപ്പോകും. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് മൊരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒന്ന് ബട്ടർ ഒരു പാനിലേക്ക് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ബ്രെഡിൻ്റെ പുറം ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇത് കിട്ടുന്നത്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഒട്ടും തന്നെ എണ്ണയൊന്നും വലിച്ചെടുക്കാതെയാണ് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു രീതിക്ക് നല്ല സൂപ്പറായിട്ട് എല്ലാം ഞാനതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉൾഭാഗം നല്ല ജ്യൂസിയും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.